ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നെ കാണാൻ വരുന്നുണ്ട്. ഇത് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ട്രംപിൻ്റെതാണ്. മോദി ഇന്ന് ക്വാഡ് ഉച്ചകോടിക്കായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അമേരിക്കയിൽ ഒരു ഇലക്ഷൻ നടക്കുമ്പോൾ അതിലൊരു സ്ഥാനാർത്ഥി മോദി വരുന്നത് എന്നെ കാണാനാണ് എന്നൊക്കെ പറയുന്നത് ഒരു മോശം ഏർപ്പാടല്ലേ? മോശം ഏർപ്പാടല്ല, തിരഞ്ഞെടുപ്പല്ലേ. ഇന്ത്യക്കാരുടെ എത്ര വോട്ടുണ്ടെന്നറിയാമോ അവിടെ? ഇന്ത്യൻ ഡയസ്പോറയുടെ വോട്ട് വലിയൊരു വോട്ടാണ്. അപ്പോൾ അതിൽ വലിയൊരു ശതമാനം മോദി ആരാധകരുമാണ്. അപ്പോൾ മോദിയെ പൊക്കിപ്പോൾ ഈസ് ഫാൻറ്റാസ്റ്റിക് മാൻ, അതാണ് പുള്ളിയുടെ കമൻറ്റ്. അതൊരു ഓഫ് ദ കഫ് റിമാർക്കുമാണ്, ഒരു സ്റ്റേജിൽ പറഞ്ഞൊന്നുമല്ല, വെറുതെ പത്രക്കാരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ്. അതേസമയം തലേദിവസം പുള്ളി പറഞ്ഞിരുന്നു, ഈ ഇന്ത്യ ഈസ് എന്താ ബാഡ് താരിഫ് അബ്യൂസർ. ഈ ഇൻ്റർനാഷണൽ ട്രേഡിലൊക്കെ താരിഫ് വെട്ടിക്കുക, ഡ്യൂട്ടി വെട്ടിക്കുക, മറ്റു രീതിയിലേക്ക് കാണിക്കുക, അത് നമ്മൾ ചെയ്യാറുണ്ട് കേട്ടോ. അതിൽ തെറ്റൊന്നുമില്ല. നമ്മളുടെ കച്ചവടം ഭംഗിയായിട്ട് നടത്താൻ നമുക്കറിയാം. ഇപ്പോൾ ഈ താരിഫ് വെട്ടിക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് ഫർണിച്ചർ കൊണ്ടുവരുന്നു, അതിന് 18% ടാക്സ്. പക്ഷേ കോയമ്പത്തൂരിൽ നിന്ന് തടി കൊണ്ടുവരാൻ 4% GST. ഞാൻ എന്ത് ചെയ്യും? തടി എന്നുള്ള പേരിൽ ഫർണിച്ചർ കൊണ്ടുവരും. തടിയല്ലേ ഫർണിച്ചർ, ഈ ഒരു ഷേപ്പിലാക്കി എന്നല്ല, സാധനം തടിയല്ലേ തന്നെയാണ്. ബാക്കി ചൂരലോ സംഗതിയോ പ്ലാസ്റ്റിക്കോ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. ഈ ഫ്രെയിം മാത്രമാണ് അവിടെ തലക്കൂട്ടി ഇവിടെ കൊണ്ടുവന്നിട്ടാണ് ബാക്കി കുഷ്യൻ ഫിറ്റ് ചെയ്യുക, ഇതൊക്കെ ആക്കുന്നത്. അപ്പോൾ ഇത് തടിയാണ്, ഫർണിച്ചറല്ല. ഫർണിച്ചർ എന്ന് പറയണമെങ്കിൽ ഇതിൽ കുഷ്യനൊക്കെ ഫിറ്റ് ചെയ്ത് ഫർണിച്ചറാവുന്നു. അതുവരെ തടി കഷ്ണമാണ്, തല്ലിക്കൂട്ടിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ 4% GSTയിൽ കടത്തും. ഇതൊക്കെ നമ്മൾ ഇൻ്റർനാഷണൽ ട്രേഡിൽ നമ്മളും ചെയ്യും. നമ്മുടെ ആൾക്കാർ, നമ്മുടെ ബിസിനസ്സുകാർ മോശക്കാരൊന്നുമല്ല. കാര്യം നമ്മൾ നാക്കെടുത്ത് കഴിഞ്ഞാൽ അംബാനി അദാനി എന്നൊക്കെ ചീത്തയൊക്കെ വിളിക്കുമെങ്കിലും അവരൊക്കെ കൂടിയാണ് ഇന്ത്യയെ ഒരു സാമ്പത്തിക ശക്തിയായിട്ട് നിർത്തിയിരിക്കുന്നതിൽ അവർക്കൊരു പങ്കുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് അറിയാവുന്ന കളികൾ അവരും കളിക്കുന്നുണ്ട്, കളിക്കാവുന്നിരിക്കുന്നില്ല. ഇൻ്റർനാഷണൽ ട്രേഡിൽ എങ്ങനെയൊക്കെ കളിക്കണമെന്ന് ഇന്ത്യക്കാർക്ക് നന്നായിട്ട് അറിയാം, അത് അവരും കളിക്കുന്നുണ്ട്. അപ്പോൾ അത് ട്രംപ് പറഞ്ഞെങ്കിലും ഇത് തിരഞ്ഞെടുപ്പ് ഉദ്ദേശിച്ചുള്ള പറച്ചിലാണ്. അദ്ദേഹത്തിന് ഇന്ത്യൻ വംശജരുടെ വോട്ട് എനിക്ക് കിട്ടണം, അതിന് മോദിയെ പുകഴ്ത്തേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് അങ്ങനെ ഇനിയും പുകഴ്ത്തും. മോദിയുമായിട്ടൊരു പക്ഷേ ഒരു കൂടിക്കാഴ്ചയും ഉണ്ടാകും. അതിപ്പോൾ അത് ശരിയാണോ? ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരു സ്ഥാനാർത്ഥിയെ പോയി ബൈഡനെ കാണുന്നില്ലേ? ബൈഡൻ പ്രസിഡൻ്റാണ്, പ്രസിഡൻ്റ് ആയിക്കോട്ടെ. ബട്ട് അവിടുത്തെ ഒരു മുൻ പ്രസിഡൻ്റാണ് ട്രംപ്, ഇല്ലേ? പ്രസിഡൻറ്റിനെ കാണുന്ന പോലെയാണ് മുൻ പ്രസിഡൻറ്റിനെ കാണുന്നത്. അപ്പോൾ കമലയും കാണുമായിരിക്കും. അപ്പോൾ ചിലപ്പോൾ കണ്ടുവന്ന് വരും, അവരെയും കണ്ടുവന്ന് വരും, കാണാതിരിക്കില്ല. പക്ഷേ മോദിയും ട്രംപ് തമ്മിൽ ഒരു ഫ്രീക്വൻസി മാച്ചുണ്ട്, ഒരു വൈബുണ്ട്, ഒരു കെമിസ്ട്രി ഉണ്ട്. കഴിഞ്ഞ തവണ മോദി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തി ട്രംപിന് വേണ്ടി, അഗലി ബാർ ട്രംപ് സർക്കാർ എന്ന് പറഞ്ഞു. അത് വാസ്തവത്തിൽ അത് ഇൻ്റർനാഷണൽ മര്യാദയല്ല. പക്ഷേ പുള്ളി ഒരു ആവേശത്തിൽ കയറിയിട്ട് അത് പറഞ്ഞു. ട്രംപ് തോറ്റും പോയി. ബൈഡന് അതത്ര ഇഷ്ടപ്പെട്ടില്ല, ഒരല്പം കയ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് മാറി, ഇപ്പം പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ മോദിയും ചെയ്യുന്നുണ്ട്. മോദിക്ക് ഈ മനുഷ്യനെ വലിയ ഇഷ്ടം. ഇതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവർ രണ്ടുപേരും റാങ്ക് നാഷണലിസ്റ്റാണ്. അക്കാര്യത്തിൽ ഉടക്കുകയും ചെയ്യും കേട്ടോ. അമേരിക്കയുമായിട്ട് ഉടക്കാൻ ഇന്ത്യക്ക് യാതൊരു മടിയില്ല, ട്രംപിനും യാതൊരു മടിയില്ല. ട്രംപ് നാളെ തിരിഞ്ഞ് നിന്ന് പോടാമില്ല എന്ന് പറയും. ആ ജാതിയാണ് ട്രംപ്, അത് നന്നായിട്ട് മോദിക്ക് പറയാം. ബട്ട് രണ്ടുപേരും അവരവരുടെ രാഷ്ട്രത്തിന് വേണ്ടി നിലകൊള്ളുന്നവരായതുകൊണ്ട് ഒരു ഫ്രീക്വൻസി മാച്ചുണ്ട്. അത് അയാളുടെ താല്പര്യമാണ് കേട്ടോ. അങ്ങോട്ട് തൊടണ്ട എന്ന് ഇയാൾ തീരുമാനിക്കുക, അതുപോലെ അയാളും തീരുമാനിക്കുക. നല്ലൊരു ഒരു വൈബുണ്ട് രണ്ടുപേരും തമ്മിൽ. അതുകൊണ്ട് മോദി ട്രംപിനെ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാണണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതൊരു ഇവൻ്റായിരിക്കും. അതിൻ്റെ പൊളിറ്റിക്കൽ കോൺസിക്വൻസ് എന്തും ആയിക്കോട്ടെ. അമേരിക്കയിൽ വലിയ ബഹളം നടക്കും, ഇയാൾ ട്രംപിന് വേണ്ടി വോട്ട് പിടിക്കാമെന്നാണെന്ന് പറയും. അദ്ദേഹത്തെ ചിലപ്പോൾ ചീത്ത പറയും. കമലാ ഹാരിസ് ഞാൻ കാണുന്നില്ല എന്ന് പറയും, ഇങ്ങനെയൊക്കെ പറയും. കമലാ ഹാരിസ് ഒരു രാഹുൽ ഗാന്ധിയാണ് അവിടുത്തെ. കമലാ ഹാരിസ് രണ്ടുപേരുടെ മുദ്രാവാക്യങ്ങൾ ഒരുപോലെയാണ്. അതെ, എല്ലാം ഒരുപോലെയാണ്. തീ പിടിപ്പിക്കുക, പെട്രോൾ ഒഴിക്കുക, ആൾക്കാരെ തമ്മിൽ ഭരണഘടന ഇല്ലാതാവും എന്ന് പറയും. ഇങ്ങനെയൊക്കെയുള്ള പ്രാന്താണ്.
മാത്രമല്ല അവരിപ്പോൾ ഇത്തിരി ക്ഷീണത്തിൽ നിൽക്കുകയാണ്. ഇവർ തമ്മിലുള്ള ഡിബേറ്റ് നടന്നില്ല, ട്രംപും കമല ഹാരിസും. ഈ ഡിബേറ്റിലെ ചോദ്യങ്ങൾ നേരത്തെ കമല സംഘടിപ്പിച്ചു. അങ്ങനെ ചോദ്യപേപ്പർ ചോർത്തിയിട്ടാണ് കഷ്ടിച്ച ഡിബേറ്റിൽ പിടിച്ചത്. എന്നിട്ട് തന്നെ അവർ തെറിച്ചുപോയി വാസ്തവത്തിൽ. എന്നാലും ഇത് അത് വെറുതെ പറയുന്നതാണ്, ഞാനങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ അവർ പറയുന്നു. ബട്ട് വാസ്തവത്തിലൊരു സംശയം, ഈ സ്ത്രീ ചോർത്തുന്ന ടൈപ്പാണ് അവർ. അതാണ് ഇവരുടെ സ്വഭാവം, കമല ഹാരിസിൻ്റെ സ്വഭാവം. അല്ല, ട്രംപിനെ മൊത്തത്തിൽ ചോർത്ത, ഇറാൻ ട്രംപിൻ്റെ രഹസ്യങ്ങളൊക്കെ ചോർത്തി എന്ന് പറയുന്നുണ്ട്. ഇപ്പം ആർക്കും രഹസ്യങ്ങളില്ല, ഉണ്ടെന്ന് വെറുതെ ആൾക്കാർ ഭാവിക്കുകയാണ്. ആർക്കാരുടെ രഹസ്യം ഇവിടെ PV അൻവർ ചോർത്തുന്നു, അതിലും വലിയ. അതെ അതെ അതെ, അതും ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ ഭാര്യയും അളിയനും തമ്മിൽ സംസാരിക്കുന്നത് ചോർത്തുന്നു. ഇതൊക്കെ ഞാൻ പിന്നെ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ചോർത്തലൊന്നുമില്ല, എല്ലാവരും തുണിയില്ലാതെ പബ്ലിക് റോഡിൽ നിൽക്കുകയാണ്. ചോർത്താൻ തുണി ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ നിൽക്കുക, ആർക്കും ഇല്ല തുണി. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ അവർ ചോർത്ത് പിടിക്കുകയൊക്കെ ചെയ്ത് കാണും. ഏതായാലും മോദി അമേരിക്കയിൽ പോയാൽ ട്രംപിനെ കാണണം എന്ന് പേഴ്സണലി എനിക്കും ഒരു സന്തോഷമുണ്ട്. ഈ രണ്ട് കൂട്ടുകാർ തമ്മിൽ കാണുന്നു, അതൊരു വാർത്തയാകുന്നു. അവിടെ എന്തെങ്കിലും തമാശയും കുസൃതിയൊക്കെ ഇങ്ങേരും കാണിക്കും, അങ്ങേരും കാണിക്കും. രണ്ടും മോശമൊന്നുമില്ല. ഒരാൾക്ക് താടിയുണ്ട്, മറ്റേ ആൾക്ക് താടിയില്ല എന്നുള്ളത് ഒഴിച്ചാൽ ഒരു അമേരിക്കൻ മോദിയാണ് ഡൊണാൾഡ് ട്രംപ്. രണ്ടും ഒരേ ടൈപ്പാണ്. ഒരു ഇന്ത്യൻ ട്രംപാണ് മോദി. പിന്നെ ഈ ട്രംപിൻ്റെ കോമാളിത്തം മോദിക്കില്ലെന്നേ ഉള്ളൂ. അതെ അതെ, കോമാളിത്തം വഷളത്തരങ്ങളും. പുള്ളിക്ക് ചില വീക്ക്നെസ്സുകളൊക്കെ ഉണ്ടല്ലോ. അതൊന്നും മോദിക്കില്ല. കാരണം മോദി ഭാരതീയനാണല്ലോ ബേസിക്കലി. ബട്ട് ഈ കളിയാക്കാനോ കുത്തുവാക്ക് പറയാനോ ഒന്നും മോദി ഒട്ടും പുറകിലൊന്നും അല്ല. ആകാശത്തേക്കൊരു എറിഞ്ഞു കഴിഞ്ഞാൽ അതെവിടെ ചെന്ന് വീഴും ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ നേരെ എൻ്റെ തലയിലായിരിക്കും വീഴുന്നത്. എൻ്റെ തലയിൽ അറിയാതിരിക്കുന്നു. അതിനുള്ള സാമർഥ്യമൊക്കെ മോദിക്കുമുണ്ട്, ആരുടെയും പേര് പറയാതെ ഒക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്നു. ട്രംപ് അങ്ങനെയല്ല, അങ്ങനെ പേരൊക്കെ വിളിച്ച് പറയും, ചീത്ത പറയും, ഇതൊക്കെ ചെയ്യാം. പുള്ളി അന്ന് വെടിവെച്ച് കഴിഞ്ഞാൽ അത് മ്യൂട്ട് ചെയ്തു ഇൻ്റർനാഷണലി. എന്നിട്ട് അത് ഫൈറ്റ് എന്നാണ് പറഞ്ഞതെന്ന് രക്ഷപ്പെട്ടു. പക്ഷേ സംഭവം വൃത്തികേടാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളാണ്, അതൊന്നും മോദിക്കില്ല. ബട്ട് നാഷണലിസ്റ്റ് എന്നുള്ള കാര്യത്തിൽ രണ്ടുപേരും ഒരേ പോയിന്റിൽ നിൽക്കുന്നു. അപ്പോൾ മോദി ഈ തീവ്ര ഇസ്ലാമിനെ ചെറുക്കുന്ന കാര്യത്തിൽ പരസ്യമായി പറയുന്നത് പലതവണ പറഞ്ഞു, ആഗോള അജണ്ട അതാണല്ലോ. ട്രംപ് അത് പറഞ്ഞു. വെദർ യു ആർ വിത്ത് റാഡിക്കൽ ഇസ്ലാം, വാസ്തവത്തിൽ റാഡിക്കൽ ഇസ്ലാം എന്ന് പറഞ്ഞൊരു ഇസ്ലാമില്ല, വെറും ഇസ്ലാമേ ഉള്ളൂ. ആ ഇസ്ലാം തന്നെ റാഡിക്കലാണ്. ബട്ട് അത് റാഡിക്കലാണെന്ന് അറിയാതെ ധാരാളം മുസ്ലിങ്ങൾ ജീവിക്കുന്നു, ഭൂരിപക്ഷം പേരും അത് ജീവിക്കുന്നു. അങ്ങനെയാണ് മതങ്ങളിലെ പെരുമാറ്റം, അങ്ങനെയാണ്. ഗ്രന്ഥത്തിൽ എഴുതി വെച്ചതൊന്നും നോക്കിയല്ല ആൾക്കാർ. ഒരു മുസ്ലിം അച്ഛന് പിറന്നു, മുസ്ലിമായിട്ട് ഇയാൾ തുടരുന്നു, അല്ലാതെ വേറെ ഒന്നും പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ടാണ് റാഡിക്കൽ ഇസ്ലാം എന്ന പേര് വരാൻ കാര്യം. ഈ റാഡിക്കൽ ഇസ്ലാമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭീഷണി. ഇപ്പോൾ അതിനെ ചെറുക്കുന്ന കാര്യത്തിൽ ഇവർ രണ്ടുപേരും ഏകാഭിപ്രായക്കാരാണ്, ഡൊണാൾഡ് ട്രംപും. അതാണ് ഏറ്റവും വലിയ പോസിറ്റീവ് ഫാക്ടർ. ബട്ട് അത് കമല ഹാരിസിനില്ല. അവരത് തുറന്നു തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇല്ലീഗൽ ഇമിഗ്രൻസിനെ സ്വാഗതം ചെയ്യുന്ന ടീമാണ് കമല ഹാരിസ്. ലീഗൽ ഇമിഗ്രൻസ് മാത്രം മതി, ഇമിഗ്രൻസിനെതിരൊന്നുമല്ല, ലീഗലായിരിക്കണം. ഇതാണ് ട്രംപിൻ്റെ പോയിൻ്റ്. ഈ രണ്ട് കാര്യമാണ് അവർ തമ്മിലുള്ള വെർട്ടിക്കൽ ഡിവൈഡിൻ്റെ പ്രധാന ലക്ഷണം. ബാക്കി ടാക്സ് അത് ഇതൊക്കെ നെഗോഷ്യബിളാണ്. ഈ ഇഷ്യൂ ആണ് പ്രധാനമായിട്ടും അമേരിക്കൻ തിരഞ്ഞെടുപ്പിൽ തീരുമാനിക്കാനുള്ളത്. അപ്പോൾ അതിൽ മോറലി ഐ വിഷ് ഡൊണാൾഡ് ട്രംപ് ജയിക്കണം. ജയിച്ചാൽ ഇന്ത്യക്ക് എന്താ, ഇന്ത്യക്കൊന്നും ഉണ്ടായിട്ടല്ല, ചിലപ്പോൾ ഉപദ്രവം ഉണ്ടാവുള്ളൂ. ബട്ട് സ്റ്റിൽ അവിടുത്തെ ഒരു നാഷണലിസ്റ്റ്, ഒരു ആൻറ്റി റാഡിക്കൽ ഇസ്ലാമിക് ഫോഴ്സ് അമേരിക്കയിലുണ്ട് എന്നൊരു സമാധാനം. പക്ഷെ നമ്മുടെ ഇവിടുത്തെ പത്രങ്ങളൊക്കെ വായിക്കുമ്പോൾ ട്രംപ് വീഴുകയാണ്, കമലയാണ് മുന്നിലെന്നാണല്ലോ ഒരു ഫീൽ പൊതുവിൽ. അല്ല, അത് ഇവരുടെ മനസ്സെല്ലാം അങ്ങോട്ടാണില്ല. നമ്മളുടെ പത്രങ്ങളുമൊക്കെ റാഡിക്കൽ ഇസ്ലാമിൻ്റെ ഭാഗത്താണ്. ഇപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയാം. മിനിഞ്ഞാന്ന് കർണാടക ഹൈക്കോടതി ഒരു വാക്കാൽ പരാമർശം നടത്തി. അതിൻ്റെ എക്സ്പ്ലനേഷൻ സുപ്രീം കോടതി ചോദിച്ചു. എന്നിട്ട് അത് അടുത്ത ബുധനാഴ്ച പോസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നു. എന്താണത്? അത് ഹൈക്കോടതിയുടെ
പരാമർശ കേസാക്കാൻ സുപ്രീം കോടതി സ്വമേധയാ. പരാമർശം ഇത്രയേ ഉള്ളൂ. ഈ ഗണേശോത്സവം സംബന്ധിച്ച് വഴക്കായില്ല. ഇപ്പോൾ ഒരു നാഗമംഗല ജില്ലയിൽ ഒരു പ്രദേശത്തെ പറ്റി ആ ജഡ്ജി പറഞ്ഞു, അവർ പാകിസ്ഥാനാണെന്നാണ് അവരുടെ വിചാരം. ഒരു പാലം ഇറങ്ങുന്നവരെ ലോ ആൻഡ് ഓർഡറുണ്ട്. പാലം ഇറങ്ങിക്കഴിഞ്ഞാൽ ലോ ആൻഡ് ഓർഡർ ഇല്ല, പോലീസുകാർക്ക് വിലയില്ല, ഹൈക്കോടതിയുടെ ഉത്തരവിന് വിലയില്ല. അത് വേറൊരു രാജ്യം, അത് പാകിസ്ഥാനാണെന്ന് കുറച്ച് പേര് ധരിച്ചിരിക്കുന്നു അല്ലേ. അതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല എന്ന് ഒരു ജഡ്ജി പറഞ്ഞതേ ഉള്ളൂ, ജഡ്ജ്മെൻറ്റിലുള്ളതൊന്നുമല്ല. ഇത് വലിയ വാർത്തയായി. ആ വാർത്തയുടെ പേരിൽ സുപ്രീം കോടതി എക്സ്പ്ലനേഷൻ ചോദിക്കുന്നു. ആ ജഡ്ജി എന്തു പറഞ്ഞു എന്ന് കർണാടക ചീഫ് ജസ്റ്റിസിൻ്റെ റിപ്പോർട്ട് ഞങ്ങൾക്ക് വേഗം 48 മണിക്കൂറിനുള്ളിൽ അയച്ചു തരണം. എന്നിട്ട് ബുധനാഴ്ച അത് എൻ്റെ ബെഞ്ചിൽ പോസ്റ്റ് ചെയ്യണം. ആരുടെ? ചന്ദ്രചൂഡിൻ്റെ ബെഞ്ചിൽ. സി ഈ കാച്ച് ഓഫ് റാഡിക്കൽ ഇസ്ലാം ഇൻ ഇന്ത്യ സുപ്രീം കോടതി ബാലൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടുകയാണ്, വല്ലാതെ ബാലൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നു. സുപ്രീം കോടതി 2 തെറ്റുകൾ ചെയ്തു എന്ന് അവർക്ക് തോന്നുന്നു. ഒന്ന്, വാരാണസി ജ്ഞാൻവാപി മോസ്ക്, അതിൽ ശിവലിംഗം കണ്ടെടുത്തു. അത് ആ കേസ് നിലനിൽക്കില്ല, ക്വാഷ് ചെയ്യണമെന്ന് മുസ്ലിം വിഭാഗം. നിലനിൽക്കുമെന്ന് അലഹാബാദ് ഹൈക്കോടതി. കേസ് നിലനിൽക്കും. സുപ്രീം കോടതിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ചന്ദ്രചൂഡ് കേസ് നിലനിൽക്കും എന്നുള്ളത് നിങ്ങളവിടെ ആർഗ്യൂ ചെയ്ത് തീരുമാനിച്ചു, ഹൈക്കോടതി തീരുമാനിക്കട്ടെ. പക്ഷേ ഈ ശിവലിംഗമുള്ള സ്ഥലം കോർഡൻ ഓഫ് ചെയ്തിട്ട് അവിടെ ആരെയും പ്രവേശിപ്പിക്കരുത്. കുടുങ്ങി. ASI സർവേ അത് നടക്കട്ടെ എന്ന് പറഞ്ഞു. ഇത് വലിയ പ്രശ്നമാണ് റാഡിക്കൽ ഇസ്ലാമിൽ. അതുകൂടാതെ കൃഷ്ണജന്മഭൂമിയുടെ കേസ് വന്നു. മെയിൻറ്റെയിനബിൾ അല്ല എന്നാണ് മുസ്ലിങ്ങളുടെ വാദം. ഹൈക്കോടതി പറഞ്ഞു ഇത് മെയിൻറ്റെയിനബിൾ ആണ് എന്ന് പറഞ്ഞു. അതിൻ്റെ അപ്പീൽ സുപ്രീം കോടതിയിൽ വന്നു. സുപ്രീം കോടതി അത് അർജൻറ്റായിട്ട് ലിസ്റ്റ് ചെയ്തില്ല, അതിൻ്റെ ടേൺ അനുസരിച്ച് വന്നോട്ടെ എന്ന് പറഞ്ഞു. ഈ 2 അപരാധങ്ങൾ കൃഷ്ണജന്മഭൂമിയിലും വാരാണസിയിലും സുപ്രീം കോടതി ചെയ്തിട്ടുണ്ട്. ന്യായമായിട്ടാണ് ചെയ്തത്. പക്ഷേ ന്യായമായിട്ട് ചെയ്യുന്നത് ഹിന്ദു പക്ഷത്തോടാണെങ്കിൽ അത് ഇൻ്റർനാഷണലി വലിയ അപരാധമാണ്. ഇപ്പോൾ സുപ്രീം കോടതി ഈ അപരാധം ഇല്ലാതാക്കാനായിട്ട് ഇനി ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു ഡിമോളിഷൻ നിർത്തിവെക്കുക. ഒത്തിരി തട്ടിക്കറിയ കണ്ടില്ല. അത് ബുൾഡോസ് അവസാനം ഓർഡർ വന്നപ്പോൾ ഈ പറഞ്ഞൊന്നുമില്ല. ഏതായാലും അത് ചെയ്തു. അപ്പോൾ മറ്റവർക്കൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഹർജി എൻ്റർടൈൻ ചെയ്യാൻ പാടില്ല. ജമായത്തെ ഇസ്ലാമി ഹിന്ദാണ് സുപ്രീം കോടതി. ജമായത്ത് ഉൽമ ഹിന്ദാണ്. ഉൽമയെ ഹിന്ദ്, ശരി, എന്തുമായിക്കോട്ടെ. ഈ അവർക്ക് അവരുടെ ഒരു കെട്ടിടം ആരും പൊളിച്ചിട്ടില്ല. അവരുടെ കെട്ടിടം പൊളിച്ചു എന്നൊരു കേസ് അവർക്കില്ല. പിന്നെ എന്താ പ്രശ്നം? എൻ്റെ കെട്ടിടം പൊളിച്ചു എന്ന് പറഞ്ഞാൽ ഞാനല്ലേ കോടതിയിൽ പോകേണ്ടത്, അല്ലെ സുനിലാണോ കോടതിയിൽ പോകുന്നത്? ആ ഹർജിയെ എടുക്കാൻ പാടില്ല. ബട്ട് എടുത്തത് ഈ ടീമിനെ പ്രീതിപ്പെടുത്താനാണ്. എന്നിട്ട് ഒക്ടോബർ 1 വരെ ഡിമോളിഷൻ നിർത്തിവെക്കുക എന്നൊക്കെ പറഞ്ഞു. ഓർഡറിൽ ഒക്ടോബർ 1 ഉണ്ട്. പക്ഷേ ഈ വാചകടിച്ച് പോലെ സാധനങ്ങളല്ല. അതിനകത്ത് പറയുന്നുണ്ട് നിയമവിരുദ്ധമായോ അനധികൃതമായോ ഉണ്ടാക്കിയ എല്ലാം അത് ആരാധനാലയങ്ങളാണെങ്കിലും പൊളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, അതാണല്ലോ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ എന്തിനാ ഈ ഉത്തരവ്? അതാണല്ലോ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ബഹളം ഉണ്ടാക്കി. പക്ഷേ അവർ സൈക്കോളജി ഈ ചോദ്യം ബഹളം, പ്രത്യേകിച്ച് KV വിശ്വനാഥൻ്റെ കുറേ ചോദ്യങ്ങളുണ്ടായിരുന്നില്ല. ആ ചോദ്യങ്ങളുടെ പുറത്ത് വലിയ സന്തോഷമുണ്ടായി. അപ്പുറത്തെ ഭാഗത്തിന് വലിയ സന്തോഷമുണ്ടായി. എന്താ 15 ദിവസം നിർത്തിവെച്ച് കഴിഞ്ഞാൽ ആകാശം ഇടിഞ്ഞു വീഴുമോ എന്ന് ചോദിച്ചു. അതിൽ നമ്മുടെ തുഷാർ മേത്ത സോളിസിറ്റർ ജനറൽ തപ്പെന്ന് മറുപടി കൊടുത്തു, ആകാശം ഒരിക്കലും ഇടിഞ്ഞു വീഴാറില്ല യുവർ ലോഡ്ഷിപ്പ്. ആദ്യമായിട്ടാണ് അങ്ങനൊരു മറുപടി നമ്മൾ സാധാരണ എല്ലാവരും ചോദിക്കാറില്ല, എന്താ ആകാശം ഇടിഞ്ഞു വീഴും, ആകാശം ഇടിഞ്ഞു വീഴും. ആകാശം ഇടിഞ്ഞ് വീഴാറില്ല, മനസ്സിലായി? അതുകൊണ്ട് അത് പറഞ്ഞ് തോപ്പിക്കരുത്. ഇത് ഇടിഞ്ഞ് വീഴില്ല, എല്ലാവർക്കും അറിയാം ആകാശം ഇടിഞ്ഞ് വീഴാറില്ല. ഇത് കവിഞ്ഞൊരു മറുപടിയില്ല. മറുപടി, കാരണം അദ്ദേഹം വക്കീലാണ്, ഒരു പരിധിയിലപ്പുറം പോകാൻ പറ്റില്ല. പക്ഷേ ഈ പരിധി വരെ ആരും വരുന്നത് ഞാൻ കണ്ടിട്ടുമില്ല. അത് തുഷാർ മേത്തയുടെ മാത്രം ഒരു സാമർഥ്യമാണ്. എന്നിട്ട് പക്ഷേ ഇതിൻ്റെയൊക്കെ പിന്നിൽ ഈ ഒരു മറ്റേ സൈക്കോളജിക്കൽ ഷോക്ക്, അതൊന്ന്
ബാലൻസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശമാണ്. ഇപ്പോൾ ഹൈക്കോടതി ജഡ്ജി വെർബലി പറഞ്ഞ കമൻറ്റ്, ഈ കമൻറ്റിൽ സുപ്രീം കോടതിക്ക് ഒരു ആക്ഷനും എടുക്കാൻ പറ്റില്ല. ദേ കനോട്ട് ആക്ട് ഓൺ ദാറ്റ്. അല്ല, അവിടെ ഈ പറഞ്ഞ സ്ഥിതിയാണ്. നാഗമംഗല എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു താലൂക്കാണെന്ന് തോന്നുന്നു. അവിടെ വലിയ കലാപം ഉണ്ടായത്. ഗണപതി വിഗ്രഹം എടുത്തുകൊണ്ട് പോലീസിന് ഓടി രക്ഷപ്പെടേണ്ടി വന്നു. അതെ. അപ്പോൾ അവിടെ പാകിസ്ഥാനാണെന്ന് ചിലർ വിചാരിക്കുന്നു എന്ന് പറഞ്ഞാൽ ലീഗലി എന്ത് തെറ്റാണ് സുപ്രീം കോടതിക്ക് അതിൽ കാണാൻ പറ്റുക? ഒന്നും കാണാൻ പറ്റില്ല. ബട്ട് അവരിത് ചെയ്തു എന്ന് വന്നു കഴിയുമ്പോൾ മറ്റവർക്കൊരു ഒരു ആശ്വാസം, റാഡിക്കൽ ഇസ്ലാമിന് ഒരു സുഖം. ഒരു സുഖം മാത്രമല്ല, മറ്റ് ജഡ്ജികൾ പേടിക്കുന്ന ജഡ്ജികളുമുണ്ട്. ഇനി മിണ്ടണ്ടപ്പോൾ വെറുതെ കാർന്നൊരു പ്രശ്നമാക്കുന്നത്. ഇങ്ങനെ സൈലൻസ് ദാദർ വിരട്ടുകയാണ് സുപ്രീം കോടതി. വാസ്തവത്തിൽ പേടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് റാഡിക്കൽ ഇസ്ലാമിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഈ സാധനങ്ങൾ അവസാനിക്കാൻ ഒരു സൈക്കോളജിക്കൽ ഷോക്ക് അമേരിക്കയിൽ നിന്ന് വരും. ട്രംപ് ജയിച്ചു എന്ന് പറയുമ്പോൾ റാഡിക്കൽ ഇസ്ലാം ഒന്നും ഇല്ലാതെ തന്നെ അവർക്കൊരു ക്ഷീണമാകും. കേരളത്തിലെ മീഡിയ ഇവരൊക്കെ ഡള്ളാവും. പിന്നെ ഡൊണാൾഡ് ട്രംപിൻ്റെ കോട്ടിൻ്റെ സൈഡ് കീറിയിരുന്നു, അയാളുടെ വായിൽ നിന്ന് തുപ്പൽ തെറിച്ചു, ഇങ്ങനെയൊക്കെയുള്ള അപവാദങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കും. ഏതായാലും മോദി ഇന്ന് US പോവുകയാണ്. ക്വാഡ് ഉച്ചകോടി നാളെ ആരംഭിക്കുന്നത്. അമേരിക്കയിൽ നിന്ന് ഒരുപാട് നല്ല വാർത്തകൾ, കൗതുകമുള്ള വാർത്തകൾ വരും. ഞാനിത് നോക്കാത്തത്, മോദി സത്യം പറഞ്ഞാൽ അമേരിക്കയ്ക്ക് പോവുക എന്നൊക്കെ പറയുന്നത് നമ്മൾ ഒന്ന് ബ്രോഡ്വേ വരെ പോയി വരിക എന്ന് പറയുന്ന ലാഘവത്തോടെ. ഇപ്പം അതൊരു വാർത്തയല്ല. അതെ അതെ. ഇന്ന് മോദി ഇന്ത്യയിലുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. ഉണ്ട്. അമേരിക്ക പോയി കേൾക്കാൻ പിറ്റേ ദിവസം ഒറീസയിൽ പ്രസംഗിക്കുന്നത് കാണാം. ഇവിടെ കണ്ടു, അവിടെ കണ്ടു. അത് അത്ര ലാഘവത്തോടെയാണ് രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിൽ. അത് അമേരിക്ക പോലെ വലിയൊരു രാജ്യം മുതൽ ബ്രൂണൈ പോലെ വളരെ ഒരു സുൽത്താനും ഒരു മാടമ്പി അവിടെ ഇരിപ്പുണ്ട്. ഇതിലാണ് ബ്രൂണൈ. അവിടെയും പോകും. അങ്ങേരെയും ഒന്ന് ഹാപ്പിയാക്കിയിട്ട് നമ്മൾ ചോറ്റാനിക്കര അമ്മയ്ക്ക് വഴിപാടും പിന്നെ ഇപ്പുറത്ത് മൂശയുടെ അവിടെ ഒരു തിരിവയ്ക്കുമല്ല, ഉപദ്രവിക്കും. അപ്പം ബ്രൂണൈ സുൽത്താൻ വെറുതെ നമ്മളെ ചൊറിയണ്ട, അങ്ങേരെ ഒന്ന് കണ്ട് ഒരു ചായയൊക്കെ കുടിച്ച് സന്തോഷമാക്കി വയ്ക്കുക. ഏതായാലും അവിടെ എത്തട്ടെ. ഈ കൂട്ടുകാരന് വേണ്ടി ട്രംപ് എന്താണ് ഒരുക്കി വെച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. മിക്കവാറും നല്ല തമാശകളൊക്കെ അതെ അവിടെ എത്തിയിട്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.